ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് നേരെ പോകുന്നത് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ്. റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഈ ഒരു ബിൽഡിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കായാലും ഒന്ന് കയറാൻ വേണ്ടി തോന്നും. അത്രയും സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട്. കുറേ നാളായി ഇതിൻ്റെ അകത്ത് കയറണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. പക്ഷേ എപ്പോഴും ഭയങ്കര റഷാണെന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മൾ ബാക്കോട്ട് അടിക്കാറാണ് പതിവ്. അങ്ങനെ ഫൈനലി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വന്ന ഒരു ദിവസം ഉണ്ടായി. അടിപൊളി ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ നിന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് തന്നെ 2 സൂപ്പർ ഷോപ്സ് ഉണ്ട്. ഒന്ന് പെർഫ്യൂമിൻ്റെ ഷോപ്പ്, വേറെ ഒന്ന് കെഫേ പോലത്തെ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ഈ 2 ഷോപ്സിലും റോബോട്ട് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ ആൾക്കാരല്ല ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് കയറിയ പാടനെ നമ്മൾ ടിക്കറ്റ് കാണിച്ച പാട് ഈ കാണുന്നത് പോലെ തന്നെ ഒരു ബാൻഡ് കെട്ടിത്തരും. ഇതിലൊരു സെൻസറൊക്കെയുള്ള ബാൻഡാണ്. ഇതാണ് ഇവർ ഓരോ സ്ഥലത്തുനിന്നും സ്കാൻ ചെയ്യുന്നത്. പിന്നെ ഉള്ളിലും പല സ്ഥലത്തായിട്ട് ഇതിൻ്റെ യൂസ് വരുന്നുണ്ട്. പിന്നെ ഉള്ളിൽ കയറിയ പാടന്നെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. Everything you see here, I was envisioned when the Dubai Future Foundation was brought to life by storytellers, visionary technologists, and artists around the world. ഇവിടുത്തെ AI അസിസ്റ്റൻറ്റ് വലിയ സ്ക്രീനിലായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ബ്രീഫ് ചെയ്ത് പറഞ്ഞു തരും. അതായത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു സ്പേസ് ഷിപ്പിൻ്റെ അകത്തേക്കാണ്. സ്പേസ് ഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മോ, ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കാണുന്ന തരത്തിലുള്ള അതേ ഒറിജിനാലിറ്റി ഉള്ള ഒരു സ്പേസ് ഷിപ്പാണ്. അതിൻ്റെ ഡോർ ഓപ്പണിംഗ് ആയാലും ശരി, അതിൻ്റെ ഉള്ളിലെ എഫക്ട്സ് ആയാലും ശരി, അതിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്പേസ് ഷിപ്പ് ടേക്ക് ഓഫ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി കുറേ പുക പോലെയും പിന്നെ അത്യാവശ്യം ഷെയ്ക്കും നമ്മൾ അതിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി, ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ആ വിൻഡോൻ്റെ അതിൽ കൂടി സ്കൈ ഒക്കെ കാണുമ്പോൾ നമുക്ക് ആകാശത്തൂടെ പറക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. ആ ഒരു ഫീൽ തന്നെ കിട്ടും നമുക്ക്. ഈ ഒരു സ്പേസ് ഷിപ്പിൻ്റെ 2 സൈഡിലായിട്ടും പിന്നെ മേലെയായിട്ടും ഒരു സീ ത്രൂ പാനൽ പോലെയാണ്. അതായത് നമ്മൾ അതിലൂടെ ട്രാവൽ ചെയ്യുന്ന പോലെ തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോരോരോ ഡിസ്പ്ലേസാണ് അവർ തരുന്നത്. അടിപൊളി സംഭവമാണ്. മൊബൈലിൽ അത്ര വലിയ എഫക്റ്റ് മനസ്സിലാവില്ല. നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വേറെ ഒരു ലെവലാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ സൺഡേ ആണ് പോയിട്ടുണ്ടായത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ താഴത്തെ ഫ്ലോറിൽ മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാനാണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഓരോരോ റേറ്റ് ഉള്ളത്. ഓരോ പാക്കേജസ് ഉണ്ട്, അത് ഇവരുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ലോഗോ തന്നെ എക്സ്പീരിയൻസ് ഫ്യൂച്ചർ ലൈക്ക് നെവർ ബിഫോർ എന്നാണ്. അതായത് ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയം എന്ന വേർഡിന് 100% നീതി പുലർത്തുന്ന പോലെ തന്നെ ഒരു സെറ്റപ്പാണ് ഇവർ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു സയൻസ് റിലേറ്റഡ് ഒരു സെക്ഷനാണ്. ഫുൾ ഓർബിറ്റ്സിനെ പറ്റിയിട്ടും എർത്ത്, മൂൺ എല്ലാത്തിനെ പറ്റിയിട്ടും ഇവർ ഇതിൽ കാണിക്കുന്നുണ്ട്. ഓരോരോ സ്ഥലത്തും നമുക്ക് ഫസ്റ്റ് തന്ന ആ ഒരു ബാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തും സ്കാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ റൂമെല്ലാം അത്യാവശ്യം ഡാർക്ക് ആയതുകൊണ്ട് തന്നെ വീഡിയോസ് നമ്മൾക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു സംഭവം അത്രയ്ക്ക് അങ്ങ് മനസ്സിലാവുകയും ചെയ്യില്ല. ഇതൊക്കെ നമ്മൾ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെ ഒരു സംഭവമാണ്. See, this is the planet thing we saw over there. Can you see? Look, this is the planet thing. ഈ ഒരു സ്ഥലം ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് ഉണ്ടാവും. നമ്മൾ അവിടെ പോയി നമ്മൾ കയ്യിലുള്ള ബാൻഡ് ഒന്ന് വെച്ച് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മൊത്തം സംഭവം ലൈറ്റപ്പ് ചെയ്യും. എന്നിട്ട് എർത്ത് എനർജി അല്ലെങ്കിൽ ലൂണ എനർജി എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ ഈ ഡയലർ വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വരുന്നത് മാർസിലേക്കുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടെയും നമ്മുടെ കയ്യിലെ ബാൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അവർ ക്യാമറ നോക്കാൻ വേണ്ടി പറയും. നമ്മളെ ഫേസിന്, അതായത് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ മാർസിൽ പോകുമ്പോൾ ഉണ്ടാവുക, നമ്മുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയായിരിക്കും എന്ന് അവർ കാണിക്കും. അതായത് ആ ഔട്ട്ഫിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ ഫേസാണ് ഉണ്ടാവുക, ആ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്ത ആ ഒരു ഫേസ്.
ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമുക്ക് പോകുന്നത് വേറൊരു സ്പേസ് ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഡോറ് തുറന്നതിന് ശേഷം സെൻറ്ററിൽ നിൽക്കരുത്, സൈഡിൽ മാത്രമേ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും സൈഡിൽ ലൈൻ ചെയ്തു. അപ്പോൾ സെൻറ്ററിൽ കാണിക്കുന്നതെന്ന് വിചാരിച്ചാൽ സ്പേസ് ഷിപ്പ് ഇങ്ങനെ താഴെ പോയിട്ട് അവിടെ ലാൻഡ് ചെയ്യുന്ന ആ ഒരു ഫീലാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ എഫക്ട്സും ഒക്കെ വെച്ചിട്ട് പെർഫെക്റ്റ് ആ ഒരു സ്പേസ് ഷിപ്പിൻ്റെ ഉള്ളിലത്തെ അതേ ഒരു ഫീല് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റ് എടുത്ത് അല്ലെങ്കിൽ സ്റ്റെയർസ് എടുത്തിട്ട് നേരെ താഴേക്ക് പോകാൻ വേണ്ടി പറ്റും. താഴെയുള്ളത് ദ ഹീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്. ഈ സെക്ഷനിലുള്ള മൊത്തം മെഡിക്കേഷൻ, അതുപോലെ തന്നെ മൈൻഡിനെ ഫുൾ റിലാക്സ് ചെയ്യേണ്ട നല്ല പീസ്ഫുൾ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഈ കാണുന്ന ഒരു ഡിസ്പ്ലേ ഒക്കെ എൻ്റെ അമ്മോ, തിയേറ്ററിൻ്റെ അകത്തെ പോലത്തെ അത്രയും വലിയ സ്ക്രീനാണ്. അതിൻ്റെ ക്ലാരിറ്റി ആയാലും സൗണ്ട് ആയാലും ഒരു രക്ഷയില്ലായിരുന്നു. ഫുൾ നേച്ചർ റിലേറ്റഡ് സൗണ്ട് ആയിരുന്നു. നമ്മളവിടെ കേട്ടിരുന്നു പോകും, അത്രയും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഈ ഒരു സെക്ഷനിലേക്കാണ്. മൊത്തം കളർഫുള്ളായിരുന്നു. നമ്മൾ ബയോളജി ലാബിലൊക്കെ ഓരോ സ്പെസിമെൻസും അതൊക്കെ സ്പിരിറ്റിലിട്ട് വെച്ചിട്ടുണ്ടാവില്ലേ, അതേപോലത്തെ ഒരു സെക്ഷനാണിത്. പക്ഷേങ്കിൽ അത് മൾട്ടി കളേഴ്സൊക്കെ കൊടുത്ത് ആ ബാക്ക് ലൈറ്റിങ്ങും എല്ലാം കൊണ്ട് നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ദ ലബോറട്ടറി എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്കാണ്. ഇത് നല്ല അടിപൊളി സെക്ഷനാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. ഇത് ഒരുപാട് ഒരു കടൽ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഓരോന്നും കാണാൻ വേണ്ടിയിട്ട് എനിക്ക് എത്തുന്ന പോലത്തെ ആ ഒരു ഏരിയയിലുള്ളതെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴേക്ക് സ്റ്റേജ് എടുത്തിട്ട് പോയിട്ട് അൽ വഹ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഈ ഒരു സെക്ഷൻ്റെ അകത്തും കംപ്ലീറ്റ്ലി നമ്മളെ മൈൻഡിനെയൊക്കെ റിലാക്സ് ചെയ്യേണ്ട ഓരോരോ ടെക്നിക്സ് ആണ്. ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു സംഭവമുണ്ട്, ലിക്വിഡ് ഐസ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഒരു അടിപൊളി സംഭവമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഓരോരോ സൈഡിലായിട്ടും ഇവരുടെ AI അസിസ്റ്റൻ്റ് ഇങ്ങനെ ഓരോ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു തരുന്നുണ്ട്, ഓരോ സംഭവങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ സൗണ്ട് വെച്ചിട്ടൊരു സംഭവമാണ്. അതായത് നമ്മൾ രണ്ട് കൈയും ഈ ഒരു സാധനത്തിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് കണ്ണും അടച്ചിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലത്തെ സൗണ്ട് വേവ്സ് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നെക്സ്റ്റ് സെക്ഷനിൽ ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും ആൾക്കാർ ഇരുന്നിട്ട് അവരുടെ മൈക്രോഫോണിൽ തന്നിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ഹമ്മിങ് സൗണ്ട് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് ബ്രീത്ത് ഇൻ ചെയ്താൽ ഒരു സെൻറ്റഡ് പെർഫ്യൂം സ്മെല്ല് കിട്ടും. ഈ കാണുന്നത് ജസ്റ്റ് ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ താഴെ പോയാൽ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഒരു സെക്ഷനാണ്. വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് റോബോട്ട്സ് ഉള്ള ഒരു സെക്ഷനിലേക്കാണ്. ഈ കാണുന്നതാണ് AI റോബോട്ട്. ഇതിനിടയ്ക്ക് എന്ത് ചോദിച്ചാലും അതിനുള്ള ആൻസർ അത് തരും. പിന്നെ ഈ കാണുന്നത് പോലെ തന്നെ നല്ല അടിപൊളി ഇലക്ട്രിക് വെഹിക്കിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ പോലീസൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രോൺസ് ഉണ്ട്, പിന്നെ ബാക്കി എക്യുപ്മെൻ്റ് ഉണ്ട്, പിന്നെ സൈബർ ഡോഗ് ഉണ്ട്. സൈബർ ഡോഗ് എന്ന് പറഞ്ഞാൽ റോബോട്ടിക് ഡോഗാണ്. ഇതിന് ശരിക്കുള്ള മോഡൽ, അവിടെ വർക്ക് ചെയ്യുന്ന മോഡൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ ബാക്കി ഓരോരോ ടെക്നോളജീസും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഈ കാണുന്ന ഒരു അടിപൊളി മെഷീനാണ്, നല്ല അടിപൊളി ഫണ്ണി മെഷീൻ എന്നൊക്കെ പറയാം. ഇതിൻ്റെ മുന്നിൽ ഓരോരുത്തരായി പോയി നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്യും. എന്നിട്ട് നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന്, നമ്മൾ എങ്ങനെ ബിഹേവിയർ എന്ന് അവിടെ എഴുതി കാണിക്കും. അങ്ങനെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് നേരെ പോകുമ്പോൾ ഒരു ചെറിയൊരു ഷോപ്പ് കാണും. കുറച്ച് സാധനങ്ങളും സോവനിയേഴ്സും എല്ലാം ഇവിടെ ഉണ്ടാകും, വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ അതല്ലാതെ വേറെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ 4 to 10 years ഉള്ള കിഡ്സിന് മാത്രമേ എൻട്രി ഉള്ളൂ. മാത്രമല്ല അവരുടെ കൂടെ പാരൻസിനെ ഒന്നും ഉള്ളിലേക്ക് കയറാൻ വേണ്ടി സമ്മതിക്കുന്നതല്ല. ഈ ഒരു സ്ഥലത്ത് കയറാനായിട്ട് നമ്മളെ കുട്ടികളെ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഈ സ്ഥലത്തിൻ്റെ പുറത്ത് തന്നെ ഒരു സ്ക്രീൻ ലൈറ്റ് ഉണ്ട്, അവിടെ സ്റ്റാഫും ഉണ്ട്, അവർ ഹെൽപ്പ് ചെയ്തോളും. അതായത് കുട്ടികളെ ബാൻഡ് ഫസ്റ്റ് സ്കാൻ ചെയ്യണം, പിന്നെ നമ്മളെ പേര്, കോൺടാക്ട് നമ്പർ, അങ്ങനത്തെ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട്, അവർ കുട്ടികളെ കൊണ്ടുപോയിക്കോളും, ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തോളും. അടിപൊളി കുറേ സ്ലൈഡ്സ് ആയാലും വേറെ സ്വിങ് പോലത്തെയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളിലുണ്ട്. എത്ര ടൈം വേണമെങ്കിലും ഇരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കുട്ടികൾ അവിടെ നിന്ന് കുറച്ച് സമയം കളിച്ചതിന് ശേഷം നമ്മൾ താഴെ പോയപ്പോഴാണ് ഈ ഒരു അത്ഭുത സംഭവത്തിനെ കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട് സൈബർ ഡോഗ്, റോബോട്ടിക് ഡോഗ്. ശരിക്കും അത് ചെയ്യുന്ന കണ്ടാൽ നമ്മൾ നോക്കിയിരുന്നു പോകും. കാരണം ശരിക്കും ഭയങ്കര അഗ്രസീവാണ്. അതിന് സ്കാനിങ് ആയാലും മൂവ്മെൻ്റ് ആയാലും നമ്മൾ തലയെ ഒരു സൈഡിലേക്ക് ചെരിച്ചാൽ അതും ശരിക്കും ഫുൾ നമ്മുടെ മൊത്തമായിട്ട് സ്കാനും ചെയ്യും. നമ്മൾ അടുത്ത് പോയി നിന്നാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആശ്ചര്യമായിരിക്കും. മാത്രമല്ല നമ്മൾക്ക് നല്ല പേടിയും ഉണ്ടാകും. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. പക്ഷേ സൂപ്പർ സംഭവമാണ്. ഇതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാർ സമ്മതിച്ചേ തീരും, അത്രയും സൂപ്പർ സംഭവമാണ്. ഈ ഒരു സൈബർ ഡോഗ് ഷോ വരുന്നത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ്, അതായത് ഫ്രീ എൻട്രി ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ടൈമിംഗ് വരുന്നത് 9 AM to 7 PM ആണ്. പിന്നെ പാർക്കിംഗ് ഫ്രീ അല്ല, 1 മണിക്കൂറിന് 15 dirham ഉണ്ട്. അത് ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് അല്ല, എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ സ്ഥലം കാണാൻ വേണ്ടി നോക്കണം, അടിപൊളി സ്ഥലമാണ്. അപ്പം വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു സ്ഥലവുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.